നമ്മുടെ ഇടുക്കികളിൽ വിജയരാഘവൻ ചേട്ടൻ്റെ ചെറുപ്പം ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ കയ്യോടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അനൂപേ, വെൽക്കം. കണ്ടതിൽ സന്തോഷം. ഇടുക്കി ഗോൾഡിൽ ശരിക്കും എങ്ങനെയായിരുന്നു? നമുക്ക് ആ സമയത്തൊന്നും കാണാൻ പറ്റിയിട്ടില്ല, സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ നിന്ന് കോൾ വരികയാണ്, വന്ന് മീറ്റ് ചെയ്യണം. അവരെ കണ്ടു, എന്തോ എനിക്കതിൽ എടുത്തു. അതിന്റെ 3 ദിവസം ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, ചെയ്തു. അങ്ങനെ സിനിമ അപ്പൊ അനൂപിനെ ചൂസ് ചെയ്തതാ? ഇടയ്ക്ക് റൂം ചേഞ്ച് ചെയ്ത് കുറച്ച് മെലിഞ്ഞ വരുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ എവിടെയൊക്കെ കണ്ടതല്ലേ ഇവനെ ആ ഒരു നോട്ടം നോക്കും. അന്നത്തെ കാലത്ത് ആശിക പോയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും? അവരെ സംസാരിക്കുക, അവരെ ശല്യം ചെയ്യരുത്, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. ഒതുങ്ങിയും പുള്ളി പറയുമ്പോൾ വിളിക്കും, പോവും ചെയ്യും, നല്ല കുട്ടി എടുത്തിരിക്കും. അങ്ങനെയായിരുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ പോയപ്പം ഒരാളെ വളരെ റാൻഡമായിട്ട് കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഫേസ് ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നി. ഒന്നുകൂടെ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായി നമ്മുടെ ഇടുക്കികളിൽ വിജയരാഘവൻ ചേട്ടൻ്റെ ചെറുപ്പം ചെയ്ത ആളാണെന്ന്. അപ്പോൾ ഞാൻ കയ്യോടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അനൂപേ, വെൽക്കം. കണ്ടതിൽ സന്തോഷം. എവിടെ ആയിരുന്നു ഇത്ര നാള്? ഇപ്പോൾ ആക്ച്വലി ദുബായിലാണ്, അബുദാബിയിലാണ്. അവിടെ എൻ്റെ ചേട്ടൻ്റെ കമ്പനി ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് നാളായി ഇങ്ങനെ അവിടെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ വന്നു. ഇനി നോക്കണം, കുറച്ച് കാര്യങ്ങൾ നോക്കണം, അറിയത്തില്ല ഇനി. ഇത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്തു. പിന്നെ അതിനുശേഷവും കുറച്ച് സിനിമകളിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് മനൻ ശ്രീബാലയിലൊക്കെ ഇങ്ങനെ വന്നു പോയി. അപ്പൊ എന്താണ്, ആക്ടിങ്ങിൽ തന്നെ ഉറച്ചു നിൽക്കാനാണോ അതോ വീണ്ടും ഇനി അബുദാബി പ്രവാസി ജീവിതം അങ്ങനെ പോകാനാണോ താല്പര്യം? അല്ല, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതെന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും വന്നതല്ലേ, അപ്പം ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. നോക്കണം ഇനി എന്തായാലും. പോകുന്നതിന് മുമ്പായിട്ട് രണ്ടൊന്നും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സംസാരിച്ച് വെച്ചിട്ടുണ്ട്, അറിയില്ല. ഇടുക്കി ഗോൾഡിൽ ശരിക്കും എങ്ങനെയായിരുന്നു? നമുക്ക് ആ സമയത്തൊന്നും കാണാൻ പറ്റിയിട്ടില്ല, സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ കുറെ വർഷമായി, ലുക്കും എല്ലാം മാറിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത്? അതിലെത്തി എന്ന് പറയുന്നത് ഇതേപോലെ സ്കൂളിൽ ഇതിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ സ്കൂളിൽ വന്ന് ടീച്ചറോട് ഇങ്ങനെ കുറച്ച് പിള്ളേരുടെ ആവശ്യമുണ്ട്, ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടർ ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയി. അതേപോലെ എൻ്റെ ടീച്ചറാണ്, മലയാളം ടീച്ചറായിരുന്നു. പുള്ളിക്കാരി ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമയുടെ ആൾ വന്നിരുന്നു, എന്തായിരുന്നു എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൽ കൊടുത്തു നോക്കൂ എന്ന് അറിയില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞാലേ കൊടുത്തു നോക്കാം എന്ന രീതിയിൽ കൊടുത്തതാണ്. അങ്ങനെ 1 മാസം കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് കോൾ വരികയാണ്, വന്ന് മീറ്റ് ചെയ്യണം. കണ്ടു, എനിക്കറിയില്ല എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. അവരെ കണ്ടു, എന്തോ എനിക്കതിൽ എടുത്തു. അതിൻ്റെ 3 ദിവസം ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, ചെയ്തു. അങ്ങനെ ചെയ്തു. അപ്പൊ ശരിക്കും അഭിനയം ആഗ്രഹിച്ച സിനിമയിലേക്ക് എത്തിയതല്ലേ? അല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. എനിക്ക് ഇതാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ആഗ്രഹം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എങ്ങനെയും പാസ്സായി പോവുക എന്നുള്ള സംഭവം. അപ്പൊ അനൂപിനെ ചൂസ് ചെയ്തതാ? അങ്ങനെയൊന്നും പറയാം. എന്തോ റാൻഡമായിട്ട് എന്തോ കിട്ടാനുള്ള ഒരു ഭാഗ്യം കിട്ടി, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്തു നോക്കി, കൊള്ളാമെന്ന് രണ്ടുപേര് പറഞ്ഞു. അപ്പോൾ ഈ പരിപാടി ചെയ്ത് നോക്കിയാലോ എന്നങ്ങനെ ഒരു തോട്ട് വന്നു. അങ്ങനെ 2 ചെയ്തു. ഇപ്പോൾ നല്ല വർഷം രക്ഷാധികാരി പഠിച്ചു, 1-2 വർഷത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചില സാങ്കേതിക സമ്മർദ്ദം മൂലം ദുബായിലെത്തേണ്ട നാടുവിടേണ്ട ഒരു അവസ്ഥ വന്നു. ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്, അറിയില്ല. അപ്പൊ ഈ ഇടുക്കി ഗോൾഡിന്റെ അതിൽ കയറിയ ഒരു കണക്ഷൻ വെച്ചിട്ടായിരുന്നു ബാക്കി സിനിമകളിലേക്കും? അതിനകത്ത് കുറച്ചൊരു ഇതേപോലെ പ്രൊഡക്ഷനുകളുടെ ആൾക്കാർ തന്നെ വേറെ സിനിമ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ സംസാരം വരും. അങ്ങനെ ഓരോന്നിങ്ങനെ ചെറിയ എനിക്ക് പറ്റുന്ന വരുമ്പോഴത്തേക്കും അവരെന്നെ അറിയിക്കായിരുന്നു. അങ്ങനെ പോയി. ഇപ്പൊ ദുബായിൽ നിൽക്കുന്നോണ്ട് തന്നെ ഇവിടെ ഉള്ള സിനിമ കോണ്ടാക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അയ്യോ, തീരെയില്ല. അല്ല, ആക്ച്വലി ഞാൻ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നത് ഭയങ്കര കുറവായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിങ്ങനെ വിളിച്ചു, ഓക്കെ ഫൈൻ, അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ വിളിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ പിന്നെ നടക്കില്ല. ഞാനിപ്പോൾ വിളിച്ചു തുടങ്ങി. കുറേ പേര് നമ്പറൊക്കെ മിസ്സായിട്ടുണ്ട്, വിളിച്ചു നോക്കണം. കുറേ പേരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, ഇനി അറിയില്ല. പഴയ ഇടുക്കി ഗോൾഡ് ഗ്യാങ്ങുമായിട്ട് ഇപ്പോഴും കോൺടാക്ട് ഉണ്ടോ? കോൺടാക്ട് ഒക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ റെയറാണ്, എപ്പോഴും വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്നായതുകൊണ്ട് തന്നെ എപ്പോഴും വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ എല്ലാവരുമായിട്ട് കോൺടാക്റ്റും കീപ്പ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആണെങ്കിലും റീൽസ് അയച്ചാണെങ്കിലും. അതാണല്ലോ ഇപ്പോൾ കോൺടാക്ട് കീപ്പ് ചെയ്യുന്നത്. റീൽസാണ്. അപ്പോൾ ഇനിയും എങ്ങനെയാണ് ആക്ടിങ്ങിലേക്ക് ഇപ്പം അനൂപായിട്ട് എടുക്കുന്ന എന്തെങ്കിലും പ്രിപ്പറേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? പ്രിപ്പറേഷൻ എന്താ പറയുക, കുറച്ച് തടി കുറയ്ക്കണമെന്നുണ്ട്. അറിയില്ല എത്രത്തോളം കുറച്ചൊന്നുമില്ല. ഞാൻ ഇതിന് നല്ല രീതിയിൽ തടിച്ചു. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കാര്യങ്ങൾ നല്ല രീതിയിൽ തടിച്ചു കൂട്ടി രൂപം തന്നെ മാറിപ്പോയെന്ന് പറയാം. ഇപ്പം കുറച്ച് തന്നെ ഉണ്ട്. കുറച്ചും കൂടി സമയം വേണം കുറയാൻ. ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ടോ, അന്ന് അതിൽ അഭിനയിച്ച ആ ചെറിയ കുട്ടിയല്ലേ ഇപ്പം വളർന്നല്ലോ എന്നൊക്കെ, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഒരു ചോദ്യം എന്താ, രൂപം മാറിയ പിന്നെ കുറച്ച് കുറവാണ്. ഇടയ്ക്ക് രൂപം ചേഞ്ച് ചെയ്ത് കുറച്ച് മെലിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ എവിടെയൊക്കെ കണ്ടതല്ലേ ഇവനെ ആ ഒരു നോട്ടം നോക്കും. അപ്പോൾ തന്നെ കാര്യം മനസ്സിലാവും. ഓക്കെ, രീതിയിൽ ഞാൻ അങ്ങനെ ഇടയ്ക്ക് വളരെ റെയറായിട്ട് ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ ഇതായിട്ട് കുറച്ചൊരു സിനിമ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അങ്ങനത്തെ ആൾക്കാരൊക്കെ കൂടുതൽ പെട്ടെന്ന് ഒന്ന് നോട്ടീസ് ചെയ്യും. അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഒരുപാട് നോട്ടീസ് ചെയ്തിട്ടില്ല. സിനിമ ആഗ്രഹിച്ച് വന്നതല്ല, പക്ഷെ സിനിമയിൽ എത്തിയതിന് ശേഷം സിനിമ ഇഷ്ടപ്പെട്ടു.
അപ്പം ഇപ്പൊ റീസെന്റ് ടൈമിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ഈ ഇന്നൊരു സിനിമയുടെ അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുടെ സിനിമയുടെ ഭാഗമാവണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള സിനിമകൾ പറയാൻ പറ്റുമോ? അങ്ങനെ എനിക്ക് ആഗ്രഹം ചോദിച്ചാൽ ആവേശമുണ്ട്, പിന്നെ ബ്രഹ്മയുഗം എന്ന സിനിമയൊക്കെ ഞാൻ ആഗ്രഹിച്ചത് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ചെയ്യണമെന്ന്. അതിന്റെ ഒരു ഭാഗമാവണം എന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ ഒരു ഭാഗമാവണം. അല്ലെങ്കിൽ ഇതേപോലെ ഈ ആവേശത്തിൽ ഇങ്ങനെ കോളേജ് പരിപാടി ഉള്ളതുകൊണ്ട് അതൊന്ന് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഫൈറ്റ് ഒക്കെ ചെയ്യാനാണോ താല്പര്യം? എങ്ങനത്തെ റോളായിരിക്കും, ക്യാരക്ടേഴ്സ് ചെയ്യാനായിരിക്കും ഇഷ്ടം? ക്യാരക്ടർ അല്ല, ഒരു ലൈക്ക് ഫ്രണ്ട് അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്തു പോകാനൊക്കെ ആഗ്രഹമുള്ളൂ. പിന്നെന്താ പറയുക, അങ്ങനെ എടുത്തു പറയാനായിട്ടാണെങ്കിൽ കുറച്ച് ഇല്ല, അങ്ങനെ എടുത്തു പറയാനില്ല. ലൈക്ക് എപ്പോഴും ഉള്ള പോലെ ലൈക്ക് ഫ്രണ്ട്ഷിപ്പ് രീതിയിലുള്ള ചെയ്യാനാണെങ്കിൽ കൂടുതൽ ആഗ്രഹം അങ്ങനെ ചെയ്യാൻ. അതാണ് കംഫർട്ടബിൾ തോന്നിയിട്ടുള്ളത്. പിന്നെ അറിയില്ല, ഇനി ചെയ്ത് നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല ഇതിന് മുമ്പ്. ഇപ്പം വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് അനൂപിൻ്റെ? വീട്ടിൽ ഇവിടെ ഇപ്പം അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ഒരു അനിയനും ഉണ്ട്. രണ്ടുപേരും അവിടെ തന്നെയാണ്. ഒരാൾ അബുദാബിയിലും, ചേട്ടൻ അബുദാബിയിലും, അനിയൻ ഇതേപോലെ വേറൊരു കമ്പനിയിലുമാണ്. അവിടെ ഞങ്ങൾക്ക് ആക്ച്വലി ഇതേപോലെ പുള്ളിക്ക് ഉള്ളതൊരു കമ്പനിയാണ് ഈ ഇന്റീരിയർ ഫിറ്റ് ഔട്ട് എന്ന് പറയും. റിനോവേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് സേഫ് വേണമെങ്കിൽ പരസ്യമായിക്കോട്ടെ, സേഫ് എന്നാണ് കമ്പനിയുടെ പേര്. അപ്പോൾ റിനോവേഷൻസ് ഒക്കെ ആയിട്ട് പുള്ളി അവിടെയാണ്. എൻ്റെ അനിയൻ ഇതേപോലെ വേറൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും പ്രവാസി ജീവിതമാണല്ലേ. അവർക്കും ഈ സിനിമയോടൊക്കെ താല്പര്യമുള്ളതാണോ? അവരും ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കൊന്ന് എൻ്റെ അനിയനാണ് എൻ്റെ പോലെ തന്നെ ഒരു ഇതിനായിട്ടൊരു ബന്ധം ഉള്ളത്. അവൻ ഈ സിനിമ ഡയറക്ഷൻ അല്ലെങ്കിൽ ക്യാമറ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ചേട്ടന് അവൾ നേരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ചോദിച്ചു നോക്കണം. എൻ്റെ ചേട്ടൻ്റെ വൈഫിന് ഭയങ്കര ആഗ്രഹം ഇങ്ങനെ സംഭവം ചെയ്യണം എന്നൊക്കെ, ഒരുപാട് ആഗ്രഹമുണ്ട്. നോക്കട്ടെ, അപ്പോൾ എല്ലാവരും വകുപ്പണി നമുക്ക് സെറ്റ് കൊടുക്കാൻ പറ്റി. അതെ. ഇപ്പൊ ഈ സിനിമ അഭിനയം എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഉള്ള സപ്പോർട്ട് എങ്ങനെയാ? ആദ്യമൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് പഠിത്തം കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ള സംഭവം. പിന്നെ ഇപ്പോൾ പഠിത്തം കഴിഞ്ഞു, അപ്പം ചെയ്യാൻ ഭയങ്കര പാടും. ആ സമയത്ത് കുറച്ചും കൂടി ഇങ്ങനെ കോൾസ് വന്നിരിക്കുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര കുറവൊക്കെയാണ്. പിന്നെ ഇതുപോലെ ഇത്രയും ഗ്യാപ്പ് വന്നില്ലേ, അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പം ഉണ്ട്. വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇപ്പം ഉണ്ട്. ലൈക്ക് ഇപ്പം നല്ല ഓണാണല്ലോ. ഈ ഇടുക്കി കോളേജിലെ ഏതെങ്കിലും അന്ന് പറഞ്ഞ ഡയലോഗ് ഓർമ്മയുണ്ടോ? ദൈവമേ, എന്തെങ്കിലും ഒരു സാധനം ഓർമ്മ ഉണ്ടാവോ? എന്തോ ജാതിക്ക മോട്ടിച്ചത് ഒരു ഡയലോഗൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. അത് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു അഭിനയിച്ചത്? അത് 10th മിഡൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങനെ വന്നതാണ്. അപ്പൊ ഇപ്പോഴത്തെ പ്രായം ഊഹിക്കാമല്ലോ അല്ലേ? പ്രായം മനസ്സിലായിട്ടുണ്ടാവല്ലോ. അതെനിക്ക് എത്ര 2013 ആ സമയത്ത് ഇറങ്ങി. അപ്പൊ അന്നത്തെ കാലത്ത് ആശിക പോയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും, ചെറിയ കുട്ടി എന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു? അങ്ങനെ അധികം പോയി സംസാരിക്കാറൊന്നുമില്ല. ബാക്കിയുള്ളവരുടെ ഭയങ്കര സിംഗായിരുന്നു. അങ്ങനെ അധികം പോയിട്ട് അവിടെ പുള്ളിയോട് പോയി സംസാരിക്കാൻ എനിക്ക് അറിയുന്നില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെ അവരെ സംസാരിക്കുക, അവരിപ്പോൾ ശല്യം ചെയ്യരുത്, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. ഒതുങ്ങിയും പുള്ളി പറയുമ്പോൾ വിളിക്കും, പോവും, ചെയ്യും, അല്ലെങ്കിൽ നല്ല കുട്ടിയിട്ടിരിക്കും. അങ്ങനെയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് റീസെന്റ് ആയിട്ടൊന്നും ആഷിക കപൂറിനെ കോൺടാക്ട് ചെയ്യാനായിട്ടൊന്നും നോക്കിയിട്ടില്ലേ? വന്നിട്ടല്ലേ ഉള്ളൂ. കോൺടാക്ട് ചെയ്യണമെങ്കിൽ വന്ന് കയറിയപ്പോൾ തന്നെ വിളിക്കുന്നത് ശരിയല്ല. അപ്പം വന്ന് കഴിഞ്ഞിട്ടൊന്ന് പോയി കാണണം. അവർ തിരക്കായിരിക്കും, അറിയില്ല. പോയി നോക്കണേ. ക്ലബ്ബ് കണ്ടിരുന്നോ? ഓ, കണ്ടിരുന്നു. അവിടെ നമ്മുടെ കുറേ ഫ്രണ്ട്സ് അതിനകത്ത് കാണും, ലൈക്ക് അറിയുന്ന ആൾക്കാരകത്ത് കാണുമ്പോൾ ലൈക്ക് സന്തോഷമാണ്. അറിയുന്ന ആൾക്കാർ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ വന്ന് വർക്ക് ചെയ്ത ഒരാളാണ് എന്നൊക്കെ അങ്ങനെ പറയാം. പ്രൗഡായിട്ടൊക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കണ്ടതില്. അപ്പം ഞാനും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ഒന്ന് ഇന്റർവ്യൂ കാണുമെന്നോ സംസാരിക്കുന്ന ഇന്റർവ്യൂ അല്ലേ, ഫസ്റ്റ് ഇന്റർവ്യൂ അല്ലേ ഇത്? ഇങ്ങനെ പേഴ്സണലി ഫസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയാ. അതിലും എനിക്ക് തന്നെ കിട്ടി ഫസ്റ്റ് ഇന്റർവ്യൂ. അപ്പൊ എന്തായാലും നമുക്ക് സിനിമയിൽ ഇനിയും ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാണല്ലോ. അത് പുള്ളി അതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇരുന്ന് തന്നെ ഒരു അടിപൊളി ഇന്റർവ്യൂ ഒക്കെ സെറ്റ് ചെയ്യണം. പ്ലാൻ ചെയ്ത് എഴുതിയിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ വേണം. അപ്പൊ എന്തായാലും താങ്ക് യു. എന്നെ കണ്ടതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.